ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ കിച്ചണിൽ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ റെസിപ്പി ചിക്കൻ മപ്പാസ്. അപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കുമെല്ലാം പറ്റിയ വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 1 കിലോ. ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. സവോള 2 എണ്ണം വലുത് നീളത്തിൽ കനം കുറച്ചരിഞ്ഞെടുത്തത്. തക്കാളി 1 എണ്ണം മീഡിയം സൈസ് കട്ട് ചെയ്തെടുത്തത്. ഇഞ്ചി ഒരു മീഡിയം സൈസ് നന്നായിട്ട് ചതച്ചെടുത്തത്. വെളുത്തുള്ളി 8 അല്ലി 2-3 പീസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തത്. ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് 10 എണ്ണം. പച്ചമുളക് 2 നെടുവേ കീറിയത് 3 എണ്ണം. കറിവേപ്പില 3 തണ്ട്. ആവശ്യമായ സ്പൈസസ്: ഏലക്ക 4 എണ്ണം, ഗ്രാമ്പൂ 6-7 എണ്ണം, 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട, തക്കോലം 1. ആവശ്യമായ മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, ചിക്കൻ മസാല 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, തേങ്ങാപ്പാൽ കട്ടി കുറഞ്ഞ തേങ്ങയുടെ 2-ാം പാൽ 2.5 കപ്പ്, കട്ടി കൂടിയ 1 കപ്പ് 1-ാം പാൽ, കാഷ്യൂനട്ട് പേസ്റ്റ് 10 കാഷ്യൂനട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കുക, ഓയിൽ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, ഫ്രൈഡ് ഒനിയൻ. മീഡിയം സൈസിലുള്ള ഒരു സവോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ ശേഷം ഫ്രൈ ആക്കി എടുത്തതാണ്. ഇനി നമുക്ക് ചിക്കൻ പീസിലേക്ക് കുറച്ച് മസാല പുരട്ടി വെക്കണം. അതിനായിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം ഡ്രെയിൻ ചെയ്തെടുത്ത ചിക്കൻ പീസ് ഞാനൊരു ബൗളിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ ഇതുപോലെ ചിക്കൻ പീസിലേക്ക് ഈ മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ പീസിലോട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരാൻ വേണ്ടി നമുക്കിതിനെ ഒരു അരമണിക്കൂർ വെച്ചിരിക്കാം. ഇനി നമുക്ക് കുക്കിംഗ് ചെയ്ത് തുടങ്ങാം. ഞാൻ ഒരു വൈഡായിട്ടുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് 2-3 ടേബിൾ സ്പൂൺ ഒഴിക്കാം. നന്നായിട്ട് ചൂടായ ഓയിലിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഈ സ്പൈസസിനെ നമുക്ക് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കണം. സ്പൈസസ് ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർക്കാം. ഇനി ഇതിലോട്ട് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളകാണ് ചേർക്കുന്നത്. നമ്മൾ എരിവിനായിട്ട് പച്ചമുളകും പിന്നെ കുരുമുളക് പൊടിയും മാത്രമേ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ. അപ്പോൾ എരിവിനനുസരിച്ച് ഇതിൻ്റെ രണ്ടിൻ്റെ അളവ് ക്രമപ്പെടുത്തുക. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് ഇതെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റാം. ഇപ്പോൾ ഇതെല്ലാം ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവാള ഞാൻ 2 എണ്ണമാണ് ചേർക്കുന്നത്. കൂടുതൽ സവാള ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം കറിക്ക് മധുരിപ്പ് വരും. കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് അധികം ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വഴറ്റാം. ഇനി ഇതെല്ലാം നന്നായിട്ട് വഴന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിലേക്ക് മാറ്റണം. അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ വഴറ്റണം. ഞാനിപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നമുക്ക് വഴറ്റണം. ലോ ഹീറ്റിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഈ മല്ലിപ്പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊന്ന് മാറി വന്നാൽ മതി.
പൊടികളൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റാം. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. തക്കാളി ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിച്ചാൽ മതി. ഇത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 2-3 മിനിറ്റ് ഞാനിത് വഴറ്റി. ടൊമാറ്റോ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പം ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ചേർക്കണം. അതായത് തേങ്ങയുടെ 2ാം പാല്. ഈ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ കിടന്നിട്ടാണ് ചിക്കനിന് വെന്ത് വരേണ്ടത്. ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ മൂടി വെച്ച് കുക്ക് ചെയ്യണം. മീഡിയം ഹീറ്റിൽ ഒരു 20 മിനിറ്റ് നമുക്കിതിനെ മൂടി വെച്ച് കുക്ക് ചെയ്താൽ മതി. ഇടയ്ക്ക് അടപ്പ് മാറ്റിയിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം, ചുവട്ടിൽ പിടിക്കാതിരിക്കാനാണ്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലിൽ കിടന്ന് ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്കിതിനെ മീഡിയം ഹീറ്റിൽ തന്നെ ഒരു 5 മിനിറ്റും കൂടെ വെച്ചിരിക്കാം. ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവി ഒന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് പേസ്റ്റ് ചേർക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് കട്ടി കൂടിയ തേങ്ങയുടെ 1ാം പാൽ ആഡ് ചെയ്യാം. 1ാം പാൽ ആഡ് ചെയ്താൽ ഉടനെ തന്നെ ഇത് മിക്സ് ആക്കണം. കറിയിനെ തിളപ്പിക്കരുത്. നന്നായിട്ട് ഇതൊന്ന് ചൂടായി വന്നാൽ മതി. അതിനായിട്ട് ഇനി ഇത് കണ്ടിന്യൂസ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ഈ സമയത്ത് 1.5 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യാം. എരിവ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒരു 3-4 മിനിറ്റ് ലോ ഹീറ്റിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, കറി തിളപ്പിക്കരുത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് ഒരു ആവി വരുന്ന പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കറി നന്നായി ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്നും ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി ഫ്രൈഡ് ഒനിയൻ കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മപ്പാസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതിനെ അടുപ്പിൽ നിന്ന് വാങ്ങാം, സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ മപ്പാസ് ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനും ചപ്പാത്തിക്കും പുട്ട് പൂരി ഇതിൻ്റെ എല്ലാം ഒപ്പം വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനലിനെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ്. താങ്ക്